ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും കെവിൻ ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ബോണസ് പാസ് വന്നിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ബോണസ് പാസ് വരുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല. നേരിട്ട് ആപ്പ് ക്ലിക്ക് ചെയ്താൽ ബോണസ് പാസ് എവിടെ നോക്കിയാലും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് വെഹിക്കിൾ പോയിട്ട് ഇവിടെ വേണം നമ്മൾ ഗോ കൊടുക്കാൻ. ഓക്കെ, നമുക്ക് പാഴ്സലോട്ട് വരാം. പാഴ്സൽ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഒരു കുഴപ്പമില്ല, ഡീസൻറ്റ് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം വലിയൊരു ഔട്ട്ഫിറ്റൊന്നും അല്ല, അത്യാവശ്യം ഡീസൻറ്റ്. ഓക്കെ, എന്നുവെച്ചാൽ രണ്ട് പെയിൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ബി പി കോയിൻ വരുന്നുണ്ട്. പിന്നെ EXP, മിനി മെറ്റീരിയൽ, AG കറൻസി, പിന്നെ സിൽവർ, പിന്നെ നമുക്ക് ക്ലാസിക് റേറ്റ് വരുന്നുണ്ട്. ഒരു ദിവസത്തെ ഹോം ഇത് വരുന്നുണ്ട്. സ്റ്റൺ ഗ്രനേഡ് വരുന്നുണ്ട്. സ്റ്റൺ കുഴപ്പമില്ല. പ്രീമിയം ഗ്രേഡ് 4 വരുന്നുണ്ട്. പിന്നെ AG കറൻസി, വെഹിക്കിൾ എൻജിൻ കോർ ഉണ്ട്. വെഹിക്കിൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന സാധനം. പിന്നെ മിനി മെറ്റീരിയൽ അതൊരെണ്ണമുണ്ട്. അപ്പോൾ ഇത് 2 കിട്ടും. പെയിൻ്റ് അപ്പം 4 കിട്ടും. ഇത് വരാം. പിന്നെ ഓക്കെ, അപ്പോൾ ഇത് 3 കിട്ടും. ഓക്കെ, പിന്നെ ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 30 എത്തുമ്പോൾ ഒന്നെങ്കിൽ ഈ ബൈക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ DP ചൂസ് ചെയ്യാം. ഓക്കെ, രണ്ടും കൊള്ളാം. ഓക്കെ, നമുക്ക് ബൈക്കിൻ്റെ കാര്യങ്ങൾ നോക്കാം. ബൈക്ക് നമ്മൾ മാക്സ് ആക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. മോർ ഇൻഫോ നോക്കാം. ഓക്കെ, അപ്പോൾ ബൈക്ക് അഡ്വാൻസ്ഡ് ഫോം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അഡ്വാൻസ്ഡ് ഫോം കൊള്ളാം കേട്ടോ. കാരണം 12 കൊടുത്തു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഫോം നല്ല കിട്ടും. കാരണം സാധാരണ വെഹിക്കിളിലൊന്നും അഡ്വാൻസ്ഡ് ഫോം വലിയ രസമൊന്നുമില്ല. പക്ഷെ ഇതിൽ കൊള്ളാം. ബേസിക് ഫോമിൽ നിന്ന് നല്ലൊരു വ്യത്യാസം തന്നെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ്. പക്ഷേ എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കൊല്ലാൻ പറ്റത്തില്ല. പക്ഷെ ബ്രോഡ്കാസ്റ്റ് കൊള്ളാം, അതിനും കൊല്ലാൻ പറ്റത്തില്ലല്ലോ നേരവേ. ഓക്കെ, പിന്നെ ഫൈനൽ ഫോം ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റ് നല്ല രസമുണ്ട്. കാരണം ബാക്കിൽ ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ സൈഡിലും നല്ല രീതിക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അത് അങ്ങനെ നമ്മുടെ ബൈക്ക് ആയിട്ടുണ്ട്. അടുത്തതാണ് നമ്മളെ DP ആണ് കുറേ പേര് കാത്തിരിക്കുന്നത്. പിന്നെ കുറേ പേര് ബൈക്കും കാത്തിരിപ്പുണ്ട്. അപ്പോൾ DPൻ്റെ കിൽ മെസ്സേജ് കൊള്ളാം. ഇപ്പോൾ ലാബിൽ പോകാൻ പറ്റത്തില്ല. ലാബിൽ പോകുമ്പോൾ ഇതാണ് കാണിക്കുന്നത്. എന്താണെന്ന് അറിയില്ല, മിക്കവാറും ശരിയാവുമായിരിക്കും. ഓക്കെ, പിന്നെ മാക്സ് ആക്കുമ്പം ലുക്ക് ഇങ്ങനെ ഇരിക്കും. പിന്നെ കിൽ മെസ്സേജ് ഉണ്ട് കേട്ടോ. പിന്നെ ഓൺ ഹിറ്റ് എഫക്റ്റ് കൊള്ളാം കേട്ടോ. പക്ഷേ കണ്ടോ, അത്യാവശ്യം ഡീസൻറ്റ് കിൽ മെസ്സേജ് ആണ്. അപ്പം പിന്നെ വീണ്ടും നമുക്ക് 5 മിനി മെറ്റീരിയൽ കിട്ടും. ഓക്കെ, എൻജിൻ കോർ 2 കിട്ടും. ഓക്കെ, പിന്നെ ഒരു പാൻ സ്കിന്നും കൊള്ളാം അത്യാവശ്യം. പിന്നെ 6 കിട്ടും. പിന്നെ 6 പെയിൻറ്റും കിട്ടും, 6 മിനി മെറ്റീരിയൽ. ഓക്കെ, പിന്നെ വീണ്ടും നമുക്ക് ബൈക്കും എടുക്കാം, പിന്നെ നമ്മുടെ DPയും എടുക്കാം. അപ്പം അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 30 എത്തുമ്പോൾ ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ടല്ലോ, ഇത് അല്ലെങ്കിൽ ഇത്. അവിടെ നിന്നും നമുക്ക് എടുക്കാം, പിന്നെ ഇവിടെ നിന്നും എടുക്കാം. അപ്പോൾ ഫസ്റ്റ് അവിടെ നിന്ന് നമ്മൾ ബൈക്ക് ചൂസ് ചെയ്ത് ഇവിടെ നിന്ന് DP എടുക്കുക, അവിടെ നിന്ന് DP യൂസ് ചെയ്ത് ഇവിടെ നിന്ന് ബൈക്കും എടുക്കുക. ഓക്കെ, അപ്പോൾ 60 വരെയാണ് ഇത് മെയിനായിട്ടുള്ള. പിന്നെ അതിനുശേഷം 61 മുതൽ നമ്മുടെ എത്ര ലെവലുണ്ട്. പിന്നെ ബാക്കിയൊന്നും ചെയ്തിട്ട് എല്ലാം 110 വരെ ഉണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ നോക്കിയാൽ പർച്ചേസ് ആവത്തില്ല. കാരണം ബോണസ് പാസ് ഇസ് നോട്ട് അവൈലബിൾ യെറ്റ് എന്നും പറഞ്ഞാൽ കാണിക്കും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും താങ്ക് യു. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലോട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ കെവിൻ ഗെയിമിംഗ് സൈനിങ് ഔട്ട്.